ശ്രീമദ് ഭഗവത്ഗീത ധ്യാനം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതേ ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകീ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരും ദീനതാരിണം ശ്രീചൈതന്യമീശ്വരം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമഃ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമദേ ഭക്തിവേദാന്ത സ്വാമിന്നിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത യഥാരൂപം. അധ്യായം 9. രാജവിദ്യ രാജഗുഹ്യ യോഗം. ശ്ലോകം 10, പേജ് നമ്പർ 484. മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം ഹേതുനാനേന കൗന്ദേയ ജഗത് വിപരിവർത്തതേ. പദാനുപദം. അധ്യക്ഷേണ അധ്യക്ഷനായ, അധിഷ്ഠാവായ, മയാ എന്നാൽ ഞാൻ നിമിത്തം, പ്രകൃതിഹി പ്രകൃതി, സചരാചരം ചരാചരാത്മകമായ, വിശ്വം വിശ്വത്തെ, സൂയതേ സൃഷ്ടിക്കുന്നു, അനേന ഹേതുന ആ ഹേതുവാൽ, കൗന്ദേയ ഹേ കൗന്ദേയ, ജഗത്ത് ജഗത്ത്, വിപരിവർത്തതേ പ്രവർത്തിക്കുന്നു. വിവർത്തനം. അല്ലയോ കുന്തിപുത്ര, എൻ്റെ ശക്തിവിശേഷങ്ങളിലൊന്നായ ഈ ഭൗതിക പ്രകൃതി എൻ്റെ നിർദ്ദേശമനുസരിച്ച് ചരാചരങ്ങളെയെല്ലാം സൃഷ്ടിക്കുന്നു. ഈ നിയമമനുസരിച്ച് വീണ്ടും വീണ്ടും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെടുകയും സംഹരിക്കപ്പെടുകയും ചെയ്യുന്നു. ഭാവാർത്ഥം. ഭൗതിക ലോകത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നെല്ലാം അകന്നാണ് ഭഗവാൻ സ്ഥിതി ചെയ്യുന്നതെങ്കിലും അവയുടെ ആത്യന്തിക നിയന്ത്രണം അദ്ദേഹത്തിൻ്റെതാണെന്ന് ഇവിടെ സ്പഷ്ടമാക്കുന്നു. ഭൗതിക ലോകത്തിൻ്റെ പശ്ചാത്തലവും അതിനു പിന്നിലുള്ള ഇച്ഛാശക്തിയുമത്രേ ഭഗവാൻ. ഭരണ ചുമതല ഭൗതിക പ്രകൃതിയുടേതും. വിഭിന്നാകൃതികളിൽ വിവിധ വർഗങ്ങളിൽ പിറക്കുന്ന ജീവാത്മാക്കളുടെയെല്ലാം പിതാവാണ് ഞാൻ എന്ന് കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. പിതാവാണ് മാതൃഗർഭത്തിൽ കുട്ടിയായി വളരേണ്ടുന്ന ബീജങ്ങൾ നിക്ഷേപിക്കുന്നത്. ഭഗവാനാകട്ടെ കടാക്ഷമാത്രത്താൽ പ്രകൃതി ഗർഭത്തിൽ സർവജീവഗണങ്ങളുടെയും ബീജാവാപം ചെയ്യുന്നു. മുൻ ജന്മത്തിലെ ആഗ്രഹങ്ങൾക്കും പ്രവൃത്തികൾക്കുമനുസരിച്ചായിരിക്കും അവയോരോന്നും ഓരോ വർഗത്തിലും ആകൃതിയിലും പിറക്കുന്നത്. ഭഗവത് കടാക്ഷത്തിൽ നിന്ന് ഉളവായവയാണെങ്കിലും മുൻ ജന്മത്തിലെ ആഗ്രഹവും കർമ്മവുമനുസരിച്ച് ആ ജീവാത്മാക്കൾ വിഭിന്നാകൃതികളിൽ ജനിക്കുന്നു. ആ നിലയ്ക്ക് ഈ ഭൗതിക സൃഷ്ടിയിൽ
ഭഗവാൻ നേരിട്ട് ഇടപെടുന്നില്ല, പ്രകൃതിയെ കടാക്ഷിക്കുക മാത്രം ചെയ്യുന്നു. പ്രകൃതി ഇങ്ങനെ പ്രചോദിതയാവുമ്പോൾ ചരാചരങ്ങളെല്ലാം ക്ഷണേന സൃഷ്ടിക്കപ്പെടുകയാണ്. ഭൗതിക പ്രപഞ്ചത്തെ കടാക്ഷിക്കുക എന്നത് ഭഗവാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രവർത്തനം തന്നെയാണെന്ന് സംശയരഹിതമായി പറയാവുന്നതാണ്. എങ്കിലും പ്രപഞ്ചാവിർഭാവത്തോട് അദ്ദേഹം നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. സ്മൃതിയിൽ ഇതിനൊരുദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഒരാളുടെ മുന്നിൽ സുരഭിലമായൊരു പൂവ് ഇരിക്കുന്നു. ആ പൂവും അയാളുമായി ഒരു വിധത്തിലും ബന്ധപ്പെട്ടിട്ടില്ലെങ്കിലും തൻ്റെ ഘ്രാണശക്തി അതിൻ്റെ ഗന്ധത്തെ അറിയുന്നുണ്ട്. ആ ഘ്രാണശക്തിയും പൂവും വ്യത്യസ്തങ്ങളുമാണ്. അത്തരമൊരു ബന്ധമത്രേ ഭൗതിക പ്രപഞ്ചത്തിന് ഭഗവാനോടുള്ളത്. അദ്ദേഹത്തിന് പ്രപഞ്ച സംഘമില്ല. എങ്കിലും ആജ്ഞ കൊണ്ട് കടാക്ഷമാത്രത്താൽ സൃഷ്ടിക്കുന്നു. ചുരുക്കത്തിൽ ഭൗതിക പ്രകൃതിക്ക് ഭഗവദാജ്ഞാനുസാരേണയല്ലാതെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. എന്നാലും അദ്ദേഹം ഭൗതിക പ്രവർത്തനങ്ങൾക്കതീതനാണ്. ഹരേ കൃഷ്ണ.